സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. ക്രമസമാധാന പ്രശ്നങ്ങൾ മൂലം തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടാതിരിക്കാൻ ദ്രുതകർമ്മസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും തത്സമയ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ പ്രതീഷ്? റിജിത്ത്, സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരുന്നു. ഉദ്യോഗസ്ഥരെ അടക്കം പല സ്ഥലങ്ങളിൽ വിന്യസിച്ചിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായിട്ടുള്ളത്. ഇനി ഈ ബൂത്ത്, അതായത് വോട്ടിംഗ് നടക്കുന്ന ഈ ബൂത്തുകളിൽ ഈ മെഷീനുകൾ ക്രമീകരിക്കുക, ഈ സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ തന്നെ നടക്കുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുമെന്നതാണ് പ്രധാനമായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിലാണ് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് 6 ജില്ലകളിലാണ് പ്രധാനമായും പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത്. ഇവിടെ വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബൂത്തുകളുടെ അകത്തും പുറത്തും ക്യാമറ നിരീക്ഷണം ഉണ്ടാവും. ഒപ്പം ഈ പോലീസുകാർക്ക് പുറമെ കേന്ദ്രസേനയും ദ്രുതകർമ്മ സേനയും അടക്കം വിന്യസിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷയാണ് പ്രശ്നബാധിത ബൂത്തുകളിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ വോട്ടർമാർക്ക് ഇപ്പോൾ ഈ ചൂട് കാലമാണ്, അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഓരോ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്.